എന്തൊക്കെയാ കുറച്ച് നേരം കൊണ്ട് ഞാൻ കാണുവാണല്ലോ, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഒരേന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. നമ്മൾ എന്തെല്ലാം കച്ചവടം ചെയ്തു. ഇപ്പം തന്നെ ഐക്യാൻഷനിൽ നല്ലൊരു കടയും നല്ല സെറ്റപ്പിൽ ഇരുന്നതല്ലേ നമ്മൾ. എല്ലാം പൊട്ടിയില്ലേ, ഒരു കഴിവില്ലല്ലോ എന്ന് ആലോചിച്ചാണെങ്കിൽ ഇരുന്ന് പോയതടി. ഇക്ക അങ്ങനൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇക്ക അങ്ങനെ കഴിവില്ലാത്തവനൊന്നുമല്ല. ഇക്ക ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഈ പരിസരത്ത് അല്ലെങ്കിൽ പോട്ടെ ഈ മുനിസിപ്പാലിറ്റിയിൽ ഇക്കായെപ്പോലെ ഇത്രയും ധൈര്യമുള്ള ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല വേറൊന്നുമല്ല, ഇക്ക ഈ കച്ചവടം നടത്തുന്നതെല്ലാം പൊട്ടിപ്പോയാലും ഇക്ക വീണ്ടും വീണ്ടും ലോൺ എടുത്തായാലും വീണ്ടും കച്ചവടം ചെയ്യുന്നത്. എല്ലാം പൊട്ടുന്നില്ലേ പെണ്ണേ? എന്നാലും ഇക്ക ലോൺ എടുത്തായാലും ഇക്ക കച്ചവടം ചെയ്യുന്നില്ലേ? പിന്നെ പൊട്ടുന്നതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സമയത്തിൻ്റെയാ, അല്ലാതെ ഇക്ക കഴിവില്ലാത്തതുകൊണ്ടല്ല. ഈ പറഞ്ഞ എല്ലാ മുതലാളിമാരും കച്ചവടം ചെയ്യുന്നത് അവർ ആദ്യമൊക്കെ എല്ലാം പൊട്ടിപ്പാളീസായി പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോരോ കച്ചവടം ചെയ്യുന്നത്. ഇക്ക അതിലൊന്നും, ഇക്ക ധൈര്യത്തെ ഇരിക്കും, അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാനൊരു കഴിവ് കെട്ടവളൊക്ക, ഇത്രയും പഠിച്ചിട്ടും എനിക്കൊരു ജോലിയുണ്ടോ? ഞാൻ അതിനൊന്നും ശ്രമിച്ചിട്ട് പോലും ഇല്ല. എനിക്കിപ്പോൾ എന്നെപ്പറ്റി ഓർക്കുമ്പം തന്നെ എനിക്കങ്ങ് ദേഷ്യം വരുക. നീ എന്തോ പറച്ചില്ല പെണ്ണ പറയുന്നത്? എനിക്ക് കഴിവില്ലെന്ന്. ഞാൻ നോക്കട്ടെ, ഈ വീട്ടിലെ സകല പണികളും നീയല്ലേ ചെയ്യുന്നത്, അതൊരു കഴിവല്ലേ? ഞാൻ ഈ കച്ചവടമൊക്കെ ചെയ്ത് ലോൺ എടുത്തൊക്കെ പൊട്ടി എല്ലാം കയറി വന്നവരും അടുത്ത നീ എന്നെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കഴിവല്ലേ? പിന്നെ അല്ലാതെ അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും പെൺപിള്ളേരായിരുന്നെങ്കിൽ അത് മതി അവിടെ നിർത്തമെന്ന് പറയത്തില്ലേ? നീ അങ്ങനല്ലല്ലോ, എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? അത് തന്നെ ഒരു വലിയ കഴിവല്ലേ എനിക്ക്. എന്നാൽ നമുക്ക് നമ്മൾ രണ്ടുപേരുടെയും കഴിവ് ഉപയോഗിച്ച് നമുക്ക് ഒരു കച്ചവടം കൂടെ അങ്ങ് തുടങ്ങാം. എന്തെങ്കിലും ചെയ്യണം, അതിനെക്കുറിച്ച് ആലോചിക്കാം നമുക്ക്. പക്ഷേ എൻ്റെ കയ്യിലും ഒന്നും ഇല്ല, എനിക്ക് തരാനൊന്നും ഇല്ല. നമ്മുടെ രണ്ടുപേരും കഴിവുണ്ടല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, എനിക്കെന്തായാലും ഇനി ലോണൊന്നും കിട്ടത്തില്ല. പക്ഷെ നീയായിട്ട് ബാങ്കിൽ പോയാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലോൺ ഏതെങ്കിലും കിട്ടും. അത് നമുക്ക് പറ്റിയൊരു കച്ചവടത്തിന് പറ്റിയ ലോൺ എവിടെ നിന്ന് കിട്ടുമെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. നീ എന്തായാലും ഞാൻ ഇപ്പോൾ വരാം, എന്തായാലും നീ ഒന്ന് ആലോചിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ആലോചന മൊത്തം അതിലായിരിക്കും. ഏത് സമയത്താണോ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ വരാൻ എനിക്ക് തോന്നിയത്? ഇനി അതും കൂടെ എൻ്റെ തലയിലാവുമല്ലോ പടച്ചോനെ.